നമ്മൾ ധ്യാന കേന്ദ്രങ്ങളൊക്കെ പലപ്പോഴും ഞാൻ കാണാറുണ്ട്. ഒരുപക്ഷേ ഇത്തരത്തിൽ അടിമപ്പെട്ട വ്യക്തികൾ വരുമ്പോൾ സാധാരണ സമയം നമ്മുടെ പോലെ തന്നെ സാധാരണ ഒരു മനുഷ്യരെ പോലെയാവും. പക്ഷേ ചില സമയത്ത് ചില ആരാധന സമയത്ത് അല്ലെങ്കിൽ ചില വിടുതൽ പ്രാർത്ഥനയുടെ സമയത്ത് ഇവർ വല്ലാതെ വയലൻ്റായിട്ട് മറ്റൊരു വ്യക്തിയെ പോലെ അല്ലെങ്കിൽ വേറൊരു സൗണ്ടിലൊക്കെ ആക്രോശിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? അത് അവരിലുള്ള ഒരു പൈശാചികശക്തി ആ സമയത്ത് വെളിപ്പെടുന്നതാണ്. അവരിലുണ്ട്, പക്ഷേ അതിനങ്ങനെ പോകാനായിട്ട് താല്പര്യമില്ല. അപ്പോൾ ഇവരെ പീഡിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഈ പ്രാർത്ഥന നടത്തുന്നയാളെ ഭയപ്പെടുത്തുന്നു. അപ്പോൾ അവർ ഈ അധികാരം ഉപയോഗിക്കരുത്. പിശാചിന് ഇയാളെ വിട്ടുപോകാൻ താല്പര്യമില്ല. അതുകൊണ്ടാണ് ഈ മാനിഫെസ്റ്റേഷൻ കാണിക്കുന്നത്. ഞാൻ എക്സോർസം പ്രാർത്ഥന നടത്തുമ്പോൾ കാണാറുള്ളത്, ആരും തന്നെ മാനിഫെസ്റ്റേഷൻ എടുക്കുകയില്ല. ഇങ്ങനെയുള്ള ചേഷ്ടകളൊന്നും കാണിക്കാൻ അനുവദിക്കുകയില്ല. അത് നമ്മൾ ആദ്യമേ തന്നെ മനസ്സിലൊരു കമാൻഡ് കൊടുത്തിരിക്കണം. ഇവിടെ ഈ ഡ്രാമയൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല. ഐ ആം നോട്ട് സ്റ്റാൻഡിങ് ഹിയർ ടു സീ യുവർ ഡ്രാമ. ഐ എം ഗോയിങ് ടു ബൈൻഡ് യു, കാസ്റ്റ് യു ഔട്ട് ആൻഡ് സെൻഡ് ടു ദ ഫീറ്റ് ഓഫ് ജീസസ്. ഐ എം ഗോയിങ് ടു എക്സസൈസ് മൈ പവർ ആൻഡ് അതോറിറ്റി. പബ്ലിക്കായിട്ട് പറയുകയും ചെയ്യും, അതേസമയം മനസ്സിലത് നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യും. ഞാനിവിടെ നിൽക്കുന്നത് പിശാചിൻ്റെ വേഷം കെട്ട് കാണാൻ വേണ്ടിയിട്ടല്ല. ഞാൻ നിന്നെ ഔദ്യോഗികമായിട്ട് ബന്ധിക്കാനും ബഹിഷ്കരിക്കാനും ശാസിക്കാനും നിർവീര്യമാക്കാനും യേശുവിൻ്റെ പാദപീഠത്തിലേക്ക് അയക്കാനുമായിട്ട് പോവുകയാണ്. അങ്ങനെ നമ്മൾ മനസ്സിൽ കരുതുമ്പോഴാണ് ഇവിടെ മാനിഫെസ്റ്റേഷൻ ഉണ്ടാകാത്തത്. അതല്ലെങ്കിൽ ധാരാളം മാനിഫെസ്റ്റേഷൻ ഉണ്ടാകും. പല പ്രാർത്ഥനാ മീറ്റിങ്ങുകളിലും കാണുന്ന മാനിഫെസ്റ്റേഷൻസ് ഡെലിവറൻസ് അല്ല, അത് ട്രാൻസ്ഫർ ആകുന്ന ഒരു സ്പിരിറ്റിനെയാണ്. ഇപ്പോൾ 2 സൈസ് എക്സോർസിസ്റ്റ് ഉണ്ട്: പ്രൊഫൈൻ എക്സോർസിസ്റ്റ് ആൻഡ് സ്പിരിച്വൽ എക്സോർസിസ്റ്റ്, അല്ലെങ്കിൽ പ്രൊഫൈൻ എക്സോർസിസ്റ്റ്, കാത്തലിക് എക്സോർസിസ്റ്റ്. ഒരു പ്രൊഫൈൻ എക്സോർസിസ്റ്റ് ഒരു മന്ത്രവാദി ദുർമന്ത്രവാദം കൊണ്ട് പിശാചിനെ ബഹിഷ്കരിക്കുകയല്ല, പിശാചിനെ ഒരു സ്ഥലത്തു നിന്ന് എടുത്ത് വേറെ സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കുകയാണ്. എന്നാൽ ഒരു കാത്തലിക് എക്സോർസിസ്റ്റ് ചെയ്യുന്നത് യേശു ക്രിസ്തുവിൻ്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഞാൻ നിന്നെ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു, ശാസിക്കുന്നു, യേശുവിൻ്റെ പാദപീഠത്തിലേക്ക് വിടുന്നു. അതൊരു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ആൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. പല പ്രാർത്ഥനാ മീറ്റിങ്ങുകളിലും കാണുന്നത് ഇത്തരത്തിലുള്ള അധികാരമല്ല ഉപയോഗിക്കുന്നത്. ഒരാളിൽ നിന്ന് കുറേ മാനിഫെസ്റ്റേഷൻസൊക്കെ കണ്ട് പുറത്ത് ചാടുന്നു, അത് വേറെ ആളിൽ പ്രവേശിക്കുന്നു, വേറെ ആളിൽ പ്രവേശിക്കുന്നു. അതിൻ്റെ 10-15 പേര് അവിടെ പൊസസ്ഡ് ആകുകയാണ്. പിറ്റേ ആഴ്ച പ്രാർത്ഥനാ മീറ്റിങ്ങിനോ ശുശ്രൂഷയ്ക്കോ വരുമ്പോൾ 15 പേരാണ് മാനിഫെസ്റ്റേഷൻ കാണിക്കുന്നത്. ഈ 15 പേരിൽ ആവശ്യത്തിരിക്കുന്ന ഒരു ആത്മാവ് വേറെ 30ലേക്കാണ് പ്രവേശിക്കുന്നത്. അതിനെ ഒരിക്കലും ഒരു ക്രിസ്തുവിൽ വിശ്വസിക്കാത്ത ആൾക്കോ അധികാരം കിട്ടാത്ത ആൾക്കോ ബഹിഷ്കരിക്കാനായിട്ട് സാധിക്കുകയില്ല. ട്രാൻസ്ഫർ ചെയ്യാനേ പറ്റുകയുള്ളൂ. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് പോയി കഴിയുമ്പോൾ ആദ്യം പൊസസ് ചെയ്യുന്ന ആൾക്ക് ഒരു വിടുതൽ കിട്ടി, അവർക്ക് പിന്നെ പ്രശ്നമില്ല. പക്ഷേ വേറെ അനേകം പേര് അവിടെ പൊസസ്ഡ് ആവുകയാണ്. അതുകൊണ്ട് അങ്ങനെ ഈ മാനിഫെസ്റ്റേഷൻസ് ഉള്ള സ്ഥലങ്ങളിൽ പോകരുത് എന്നാണ് സഭ പറയുന്നത്.